ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഓണം അങ്ങ് എത്താറായല്ലേ, പിന്നെ പായസമാണല്ലോ. സത്യകാലം എനിക്ക് കൂടുതൽ ഇഷ്ടം പായസമാണ്, അതും നല്ല പാൽ പായസം. നിങ്ങൾക്ക് ഏതൊക്കെ പായസമാണ് ഇഷ്ടം? അടപ്പായസം, കടലപ്പായസം, പാൽ പായസം, ഇതിലേതാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയാറേ ഉള്ളൂ, പക്ഷെ ആരും കമൻറ്റ് ചെയ്യാറില്ല. വീഡിയോ ഫുള്ളും കാണുന്നത് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു തുടക്കക്കാരിയാണ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് ഓരോ വീഡിയോയും മുന്നോട്ട് ഇടാൻ പറ്റുള്ളൂ. ഇനി പറയുന്നതിൽ എന്തെങ്കിലും വോയിസ് കൊടുക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇത് പാൽപ്പായസത്തിൻ്റെ വീഡിയോ ആണ്. പാൽപ്പായസത്തിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും പായസം ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്ന് ഇട്ടതാണ്, ഇതിലോട്ട് വീഡിയോ ആയിട്ട് എടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കും പോലെയല്ല ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ഈ രീതിയിൽ എനിക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുക. പക്ഷേ ടേസ്റ്റ് നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതിനോട് വലിയ ടേസ്റ്റ് വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് കാണുമ്പോൾ അത് മനസ്സിലാകും. ഞാൻ പഞ്ചസാര മെൽറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിലോട്ട് പാലെല്ലാം ഒഴിച്ച് അങ്ങനെയാണ് പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ആ കളറിനൊരു ശർക്കര പായസത്തിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട്. കണ്ടാൽ ശർക്കര പായസത്തിൻ്റെ ഒരു കളർ തോന്നും, പക്ഷേ പഞ്ചസാര ഇട്ട പായസമാണ് അത്. എനിക്ക് നല്ല പാൽപ്പായസം എന്ന് വെച്ചാൽ നല്ല വെള്ള കളറിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രൗൺ കളർ സേമിയയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ കിടന്ന് അതിങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസമാണ് എനിക്കിഷ്ടം. ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തെന്നാ ഇനി മെൽറ്റ് ചെയ്ത് ഞാൻ ഒരു വീഡിയോയിൽ ഏത് വീഡിയോയാണെന്ന് എനിക്കറിയില്ല. ഒരു വീഡിയോയിൽ ഞാൻ ഒരാളിങ്ങനെ ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര മെൽറ്റ് ചെയ്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് പാലൊഴിച്ച് ഒരു തുള്ളി വെള്ളം എന്ന് വെച്ചാൽ പായസത്തിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ എന്നല്ല, ഈ പഞ്ചസാരയിൽ നമ്മൾ തട്ടി ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വീഡിയോയിൽ കാണാൻ സാധിക്കും. എന്നാലും ഞാൻ പറയുന്നതാണ്, ഒരു കപ്പോളം പഞ്ചസാര പാത്രത്തിൽ തട്ടിയിട്ട് അതിന് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് അലിഞ്ഞ് നല്ലതായിട്ട് പാനിയായിട്ട് നല്ല പാനിയെന്ന് വെച്ചാൽ വെള്ളം ചേർത്താലാണ് അത് പഞ്ചസാര പാനിയാകും. ഇത് മെൽറ്റ് ചെയ്ത് ഒരു ബ്രൗൺ കളറുടെ ഇത്രയും പഞ്ചസാര ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും പഞ്ചസാര ഇട്ടിട്ട് ഇതിലൊരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ അതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിലോട്ട് പാലൊഴിച്ച് പിന്നെ എപ്പോഴും സാധാരണ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ പഞ്ചസാരയുടെ ഒരു ഒരു മെൽറ്റ് ചെയ്തതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിന്നു. എനിക്കെന്തോ അത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ പഞ്ചസാരയുടെ ഈ മെൽറ്റ് ചെയ്തതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ പാൽപ്പായസം കുടിച്ചതായിട്ടൊരു ഫീല് തോന്നിയിട്ടില്ല. പാൽപ്പായസം എന്ന് വെച്ചാൽ എൻ്റെ ഫേവററ്റ് പായസമാണ് പാൽപ്പായസം എന്ന് വെച്ചാൽ അതെന്താ പറയുക, അങ്ങനെയുള്ള ക്രീമി ആയിട്ട് ഇങ്ങനെ കോരി കുടിക്കുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ക്രീമി ആയിട്ടുള്ളൊരു പായസമാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത് ഞാൻ കുടിച്ചില്ല എന്ന് പറയണ്ട, കുടിച്ചു. പാൽപ്പായസമാണല്ലോ, അത് പായസമാണല്ലോ. ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ പായസത്തിൻ്റെ ബഹളമാണ്. അടപ്പായസമായിട്ട്, കടലപ്പായസമായിട്ട്, അരിപ്പായസമായിട്ട്, പിന്നെ പാലട പായസം, അങ്ങനെ എന്തെന്ന് പറയേണ്ട വെറൈറ്റി പായസങ്ങളുടെ മേളായിരിക്കും. പക്ഷെ കൂടുതൽ ഞാൻ ഉണ്ടാക്കാറുള്ളത് പാൽപ്പായസമാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് പാൽപ്പായസമാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറ് പാൽപ്പായസമാണ്. സോറി കേട്ടോ, ഞാൻ ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളം വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മയിൽ കിട്ടിയില്ല. ശകലം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പാലൊഴിച്ച് ഇതാക്കിയിട്ടുണ്ടോ. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ. ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായതുകൊണ്ട് തന്നെ അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. കണ്ടില്ലേ, ഇപ്പോൾ ആ പാലൊഴിച്ചപ്പോൾ തന്നെ ഒരുമാതിരി ചായയുടെ കളർ, നമ്മുടെ കടുപ്പം കുറഞ്ഞ ചായ ഇടുന്നൊരു ഫീലാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത്. എന്തായാലും ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ നിങ്ങൾ പായസം വെച്ചിട്ടുണ്ടോ? എൻ്റെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ പഞ്ചസാര മെൽറ്റ് ചെയ്ത് പാൽപ്പായസം വെച്ചിട്ടുണ്ടോ? പിന്നെ പാൽപ്പായസത്തിൽ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ എനിക്കിഷ്ടമാണ്. ആ ടേസ്റ്റും എനിക്കിഷ്ടമാണ്. മിൽക്ക് മെയ്ഡ് അതെല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേങ്കിൽ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ടൈം വെച്ചതുകൊണ്ടാവാം എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷെ മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരെല്ലാം കുടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്, കൊള്ളാം. വീട്ടിലുള്ള എല്ലാവർക്കും പായസം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഓണത്തിൻ്റെ പരിപാടിയൊക്കെ എവിടെ വരെയായി ഓരോരുത്തരുടെ വീടുകളിലും
ഇവിടെ ഓണം എത്താറായി. ഓണവും നബിദിനവും എല്ലാം ഒരുമിച്ചാണ് ഇപ്രാവശ്യത്തെ ഓണവും തിരുവോണവും നബിദിനവും എല്ലാം ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 2 ദിവസം കിട്ടേണ്ട ലീവ് ഒറ്റ ദിവസം കൂടെ തീർന്നു. പിന്നെ ഇപ്പോൾ മദ്രസയിൽ പരിപാടിയാണ്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് മദ്രസയിൽ പരിപാടിയാണ്. അതിൻ്റെ സൗണ്ട് കേൾക്കാനുണ്ട്. വീഡിയോയിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്ന കൊച്ചുകുട്ടികളുടെ പാട്ടും കഥാപ്രസംഗവും എന്താ പറയുക മാപ്പിളപ്പാട്ടും ഗ്രൂപ്പ് സോങ്ങും സിംഗിൾ സോങ്ങും എന്ന് വേണ്ട എല്ലാവിധ പാട്ടും എല്ലാം നടക്കുന്നുണ്ട്. കാണാൻ പോകണം. കുറച്ച് കഴിഞ്ഞിട്ടാണ് മക്കളുടെ പാട്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് പോയി കാണാമെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എടുത്തത്. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി, റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാഷ്നട്ടും മുന്തിരി എനിക്ക് അധികം ഇഷ്ടമില്ല. കാരണം മുന്തിരിയുടെ പുളിപ്പ് പായസത്തിൽ ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്കും ഈ മുന്തിരിയുടെ പുളിപ്പ് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ എന്തോ ആ പായസം അതുവരെ ടേസ്റ്റി ആയിട്ട് കുടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ ഒരു ഫീല് പോയി കിട്ടും. പക്ഷേ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് ഞാൻ മൂപ്പിച്ചിട്ടെന്നേ ഉള്ളൂ. പക്ഷെ കാഷ്നട്ട് അത് കുറേ ഇടണം. ഒരു ഗ്ലാസ് നിറയെങ്കിലും ഇടണം. പിന്നെ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറിയ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ച് അങ്ങനെയും ചേർക്കാവുന്നതാണ്. അതെല്ലാം നല്ല ടേസ്റ്റി. എത്രത്തോളം പായസം ടേസ്റ്റി ആവണം അത്രത്തോളം ടേസ്റ്റി ആക്കാനാണ് ഞാൻ നോക്കാറുള്ളത്. ഓണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല. എല്ലായിടങ്ങളിലും ഓണത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ട്രിവാൻഡ്രം ഓണത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ തിരുവോണത്തിന് അന്ന് പോയി കാണണം. എന്താ ഭംഗി! നൈറ്റൊക്കെ പോയി കാണണ്ട. സൂപ്പർ അടിപൊളിയാണ്. ഈ കനകക്കുന്നൊക്കെ പോകണം. എന്താ രസമാണെന്നറിയാം. മിക്ക എല്ലായിടത്തും ഓണാഘോഷം തുടങ്ങി പൊടിക്കുന്നുണ്ട്. ഇവിടെ മക്കളുടെ സ്കൂളിലൊക്കെ ഓണാഘോഷം കഴിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ട്യൂഷനിലായിരുന്നാലും എന്ന് പറയേണ്ട എല്ലായിടങ്ങളിലും നല്ല ഓണത്തിൻ്റെ തകർത്തുള്ള ആഘോഷം നന്നായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഓണാഘോഷം തകർക്കുകയാണ്. ഓണാഘോഷം എന്ന് വെച്ചാൽ മലയാളികളുടെ ഒരു പ്രത്യേകതരം ഫീൽ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എല്ലാവർക്കും ഈ അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല. ജാതി മതഭേദമന്യേ ഓണം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഫീല് തന്നെയാണ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ക്രിസ്ത്യൻസ് ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ആരായിക്കോട്ടെ, മലയാളികളാണോ അവർക്ക് ഓണം അതൊരു പ്രത്യേകതരം ഒരു ഫീല് തന്നെയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന മറ്റൊരാർക്കെങ്കിലും എന്ത് തോന്നുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഹാപ്പി ഓണം. എല്ലാ മലയാളികൾക്കും ഹാപ്പി ഓണം. വിഷ് യു ഹാപ്പി ഓണം. Okay, thank you friends. Bye.